എന്നും ദോശയും ചപ്പാത്തിയും പുട്ടും കഴിച്ച് മടുത്തവർക്കും നല്ലൊരു ഹെൽത്തി ഡയറ്റ് നോക്കുന്നവർക്കും വെറും 5 മിനിറ്റിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എഗ് ഓട്സ് ഓംലേറ്റ് ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഒരു ജാറിലോട്ടും 3 ടേബിൾ സ്പൂൺ ഓട്സ് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. എന്നിട്ട് അതൊരു ബോളിലോട്ട് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി അതിലോട്ട് 2 കോഴിമുട്ടയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് വെജിറ്റബിൾസ് ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാപ്സിക്കവും ഉള്ളിയും തക്കാളിയും പിന്നെ പച്ചമുളകും ആണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം തന്നെയും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പൈസസും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒറിഗാനോ കേട്ടോ യൂസ് ചെയ്യുന്നത്. പെപ്പർ ആയാലും ചില്ലി പൗഡർ ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിൽ ബട്ടറോ ഗീയോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബാറ്റർ ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 6 to 7 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 7 മിനിറ്റിൻ്റെ ശേഷം മൂടി ഒന്ന് തുറന്ന് അതിൻ്റെ സൈഡൊന്ന് വിടിവിച്ചെടുത്തിട്ട് വേറെ ഒരു ചട്ടിയിലോട്ട് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ തിരിച്ചിട്ടിട്ട് ഒരു 3 മിനിറ്റും കൂടി നമ്മൾ വേവിച്ചെടുത്താൽ നമ്മുടെ ഓട്സ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ കട്ട് ചെയ്ത് കഴിക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ടൊമാറ്റോ സോസും കൂടി കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. സോ എന്തായാലും ട്രൈ നോക്കുക. ആൻഡ് ഇതുപോലത്തെ കൂടുതൽ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട.